ഓക്കെ, എങ്ങനെയുണ്ട് ടേസ്റ്റ് മൊത്തത്തിൽ? മൊത്തത്തിൽ സൂപ്പർ. പക്ഷെ ജിലേബിന്റെ ഒരു പ്രത്യേകത ഉണ്ട് പഞ്ചാബിലെ. അത് തിന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി വളരും. ഈ ജിലേബി നാട്ടിലെ പെണ്ണുങ്ങൾക്കുള്ള കുക്കായിട്ട് 4 കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ, ഒരു നീല വൃങ്കാതി മേടിച്ച് കേൾക്കേണ്ട ആവശ്യമില്ല. നീ നോക്കാം, അയാൾ നോക്കിയായി. അതാണോ? പ്രധാനപ്പെട്ട ഒരു കാഴ്ചയുണ്ട്. നമ്മളെ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ CCTV ഒന്നും വേണ്ട ആവശ്യമില്ല. അതിവിടെ പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു 10-15 CCTV. ഇവരുമായിട്ട് ഒന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമോ നോക്കട്ടെ. സസികാൽജി बैठे इधर। आया हम केरला से। मेरे പ്രധാനപ്പെട്ട സാധനം കേട്ടോ ഇത്. എല്ലാവരും അരയിലുണ്ടാകും കേട്ടോ ഈ കത്തി. ഇവരെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൂമാരൊക്കെ എവിടെയുണ്ട്? കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ ബടായി പറഞ്ഞ് ഇങ്ങനെ കുത്തിരിക്കും. നല്ല കടന്ന് ഉറങ്ങുന്നുണ്ട. ഇവരാണ് ഏറ്റവും വലിയ മുതലാളി കേട്ടോ ഇതിൻ്റെ അകത്ത്. നല്ല മരം കേട്ടാ. മരത്തുമ്പിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ വെള്ളമൊക്കെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ബടായി സൊറ പറയുന്നത്. വൈകുന്നേരം വരെ ഉണ്ടാകും പോലും. ഒരു പണിയില്ലാണ്ട് ഇവിടെ ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണാന്നേ. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ പച്ച ചാണകം വെള്ളം വലിഞ്ഞപ്പോൾ അത് കൈകൊണ്ട് വരുത്തി ഒട്ടിച്ചട വെക്കല. ഇത് ഇവർ തണുപ്പ് കാലത്ത് ചപ്പാത്തി ഇടാനും അതുപോലെ തന്നെ പിന്നെ ശീതം കായാനെല്ലാം വേണ്ടിയിട്ട് എടുക്കും. അങ്ങണ്ട പുല്ലിൻ്റെ ഉള്ളിലെ കൂടി നല്ല ചെങ്കോട്ട പോലത്തെ ഒരു എടുപ്പ്. അന്നാണ് എടുത്തൊരു കല്യാണ മണ്ഡപമാണേ. ചെങ്കോട്ടൻ്റെ അതേ മോഡലിലാണ് അതിൻ്റെ പണിയെല്ലാം തീർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ഒന്ന് ഞെക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണം കൂടി ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ പുതിയ വീഡിയോകളിലും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. കുമിലിൻ്റെ ഷെഡാണ്. ഇതിൻ്റെ അകത്ത് ഇവർ പിന്നെ ആക്കിയിട്ടുള്ളത് ബട്ടർ മഷ്റൂമാണ്. ഇത് ഇപ്പം സീസണല്ലാത്തതുകൊണ്ട് അതെല്ലാം കാലിയാക്കിയിട്ടതാണ്. അങ്ങനെ വലിയ പിന്നെ പുല്ലും അതും ഇതെല്ലാം കൊണ്ടാക്കിയൊരു ഷെഡാണ്. അടിപൊളിയാണ് കേട്ടോ കാണാൻ. നല്ല ഉള്ളിലൊക്കെ ഒന്നിൽ മാത്രം കുറച്ചുണ്ട്, അത് തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മളൊരു മാർക്കറ്റിലുള്ളത്, ഒരു സൺഡേ മാർക്കറ്റിൽ ഇഷ്ടംപോലെ തിന്നാനും വാങ്ങാനും എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. പശുക്കൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. വേണ്ടാണ്ട് തിരിഞ്ഞടിക്കുന്നു. ഇത് കറവ് പറ്റി കേട്ടാ. മച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്. നടക്കും. നല്ല സ്നേഹമുണ്ട്. നോക്കി കൊടുക്കുന്നത്. ഈ ഒരു ചെരുപ്പ് കണ്ട, ഇതാണ് ഈ പഞ്ചാബികൾ മെയിനായിട്ട് ഇടുന്ന ചെരുപ്പ് കേട്ടോ. പിന്നെ ജൂത്തി എന്നാണ് ഇതിൻ്റെ പേര്. സൂപ്പറാണ്. അധികം പൈസയൊന്നും ഇല്ല ഇടാം. 350-400 ഉറുപ്പ്യക്കെല്ലാം കിട്ടും.
പാനിപുരിയാണ്, പഞ്ചാബിൻ്റെ സ്പെഷ്യൽ പാനിപുരി. എനിക്ക് വരുന്നുണ്ട്, ബേജാറാക്കണ്ടത്. സംഭവം കിട്ടുക കേട്ടോ. ഇങ്ങനെ എടുക്കുക, ഇതാ ഇങ്ങോട്ട് നോക്കുക, ഇങ്ങനെ വായിൽ വെക്കുക. എങ്ങനെയുണ്ട് ഇതിൻ്റെ? ഇത് തിന്ന് കഴിഞ്ഞിട്ട് ആകുമ്പോണ്ടല്ലോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിട്ടും. ഇതിങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ടല്ലോ. ഇത് പിന്നെ പനീർ ബ്രെഡാണ്, പനീർ ബ്രെഡ്. ഇതിനുള്ളിൽ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ പനീർ നിറച്ചിട്ട് അതുപോലെ പച്ച കളർ ഉണ്ടാ. ഇതിങ്ങനെ ഇതിൻ്റെ ചമ്മന്തിയിൽ പാക്കറ്റിലാണ് ഇങ്ങനെ മുക്കുക. ഇതാ നല്ല കേട്ടാ. ടേസ്റ്റ് സൂപ്പറാ. എന്താ ടേസ്റ്റ് എന്ന് അറിയാം? എരിവ് തന്നെ ആയിരിക്കും അല്ലേ? അത് മുളകിൻ്റെ ഇതാണോ ചട്നി ആണെന്ന് തോന്നുന്നു. പുതിന ജിലേബി വാങ്ങിയാലോ? അപ്പോൾ നമ്മൾ ഈ യാത്ര ഇവിടെ പഞ്ചാബിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. നമ്മൾ ട്രെയിനിങ് കാത്ത് വരാൻ നോക്കുമ്പോൾ നല്ല നല്ല കാഴ്ചകളും അതുപോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോകളായിട്ട് നമ്മളെ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നുപോലെ. ഒന്ന് വരൂ.